കണ്ണിണയായി ഹായ് മൈലാഞ്ചി കൈവിരലായി മൊഞ്ചുള്ള മാപ്പിള പാട്ടിന്റെ ഈണങ്ങൾ നെയ്തൊരു പട്ടുറുമാ തങ്കക്കിനാവുകളായി ഹായ് ഹായ് താളത്തിൽ പാടുകയായി മണിമഞ്ചത്തിൽ ചെത്തിൽ കഞ്ചത്തിൽ പാടുന്ന പാട്ടുറുമാ പട്ടുറുമാലിതു പാട്ടുറുമാ പട്ടുറുമാലിതു പാട്ടുറുമാ പാട്ടുറുമാലിതു പട്ടുറുമാ പാട്ടുറുമാലിതു പട്ടുറുമാ. പാട്ടിശലുകളുടെ കിന്നരി മീട്ടുന്ന പട്ടുതട്ടങ്ങളുടെ മൊഴിയിണക്കങ്ങൾ തുടങ്ങുകയായി. ഇശലിന്റെ ധന്യതയിലേക്ക് പട്ടുറുമാലിലേക്ക് ഏവർക്കും സ്വാഗതം. മലബാർ TMT പട്ടുറുമാൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മലബാർ TMT, സെലിബ്രേറ്റഡ് ബൈ ഗേറ്റ്വേ ബ്യൂമോൺസ് ഹെയർ ഫിക്സിംഗ്. പട്ടുറുമാലിലേക്ക് നമ്മുടെ പ്രിയപ്പെട്ട ജഡ്ജസിനെ സ്വാഗതം ചെയ്യാം. ഫിറോസിക്ക, നജീവിക, പിന്നെ നമ്മുടെ സ്വന്തം ജിഷ ചേച്ചി. പട്ടുറുമാലിലെ പാട്ടുകൾക്ക് മുഴുവൻ സൗന്ദര്യവും നൽകുന്ന നമ്മുടെ ഓർക്കസ്ട്ര ടീം. പട്ടുറുമാലിൽ അമ്മമാർക്ക് വേണ്ടി സമർപ്പിച്ചുകൊണ്ടുള്ള ഈ റൗണ്ടിൽ ഉമ്മുൽ മെഹബൂബ റൗണ്ടിലേക്ക് എത്തുന്നു അസർ. ഉമ്മയുടെ അസറെ ഉപ്പയുടെ ഉമ്മ മരണപ്പെട്ടിട്ടുണ്ട്. അപ്പോ വരാൻ പറ്റില്ല. സാരമില്ല, നമുക്ക് TV കൂടെ കാണാമല്ലോ ഉമ്മയ്ക്ക്. ഉമ്മയെ പാടി കേൾപ്പിച്ചായിരുന്നോ ഇന്ന് പാടാൻ പോകുന്ന പാട്ട്? ഇല്ല, അതൊരു സസ്പെൻസ് ആണ്. സസ്പെൻസ് ആണ്, സർപ്രൈസ് ആയിട്ട് വെച്ചിരിക്കുക. ഉമ്മയ്ക്ക് ഒരു സമ്മാനം എന്ന രീതിയിൽ കൊടുക്കുന്നതല്ല. ഉമ്മയ്ക്ക് ഒരു സമ്മാനം എന്ന രീതിയിലാണ്. അയ്യോടാ, ഹൗ സ്വീറ്റ്. ഓക്കെ, സർപ്രൈസ് ആയിട്ട് ഈ പാട്ട് മാത്രമല്ല, അസറിന് ഖൽബിൽ നിന്ന് ഉമ്മയോട് പറയാനുള്ള കുറച്ച് കാര്യങ്ങളും കൂടിയുണ്ട്. അത് നമുക്ക് കാണാം. റൗണ്ടിൽ ഞാൻ ഇവിടെ പാടാൻ പോകുന്ന പാട്ട് നോക്കിയാൽ പുണ്യം എന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സോങ്, നല്ലൊരു സോങ്ങാണ്. എൻ്റെ ഉമ്മ എന്ന് വെച്ചാൽ ഉമ്മയുടെ ജീവനേക്കാളേറെ സ്നേഹിക്കുന്ന എൻ്റെ ഉമ്മ, എൻ്റെ പൊന്നുമ്മ. ആ ഉമ്മയുടെ സ്നേഹം എത്ര പറഞ്ഞാലും അത് ഒന്നിനോട് ഉപമിക്കാൻ സാധിക്കില്ല. എന്നെ മാത്രമല്ല, ഞങ്ങൾ 6 മക്കളാണ്. 6 മക്കളെ ഒരുപോലെ സ്നേഹിക്കുന്ന എൻ്റെ പൊന്നുമ്മ. പിന്നെ എനിക്ക് എൻ്റെ ഉമ്മാനോടൊരു മാപ്പപേക്ഷ ഇവിടെ ചോദിക്കാനുണ്ട്. ഒരു ദിവസം ഞാൻ ഒരു വാട്ടർ തീം പാർക്കിൽ എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഒന്നിച്ച് ഒരു സൺഡേ ആഘോഷിക്കാൻ പോയതായിരുന്നു. അപ്പോൾ അവിടെ കയറി പോകുമ്പോൾ വീട്ടിൽ നിന്ന് ഒരു കോൾ വന്നു. അസർ, ഉമ്മ ഇങ്ങനെ ബോധക്ഷയായിട്ട് വീണിട്ടുണ്ട്, പെട്ടെന്നൊന്ന് വരണം, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ ഇവിടെ ആരുമില്ല. ആ ആഘോഷത്തിൻ്റെ ആ സന്തോഷത്തിൽ ഞാനത് അത്ര സീരിയസ് ആക്കാതെ വിട്ടു. എന്നിട്ട് ഞാൻ എൻ്റെ പെങ്ങളുടെ മകനെ ഫോൺ ചെയ്ത് പറഞ്ഞു, നീ ഒന്ന് പെട്ടെന്ന് ഉമ്മയും കൂട്ടിയിട്ട് ഹോസ്പിറ്റലിൽ പോകണം, ഞാനിപ്പോൾ കുറച്ച് ദൂരത്താണ് ഉള്ളത്. സത്യം പറഞ്ഞാൽ ഞാനത് കളവ് പറഞ്ഞതാണ്. എൻ്റെ വീട്ടിൽ നിന്ന് ആ വാട്ടർ തീം പാർക്കിലേക്ക് ഒരു 7-8 കിലോമീറ്റേഴ്സ് മാത്രമേ ഉണ്ടാവും. ഞാൻ വാട്ടർ തീം പാർക്കിൽ നിന്ന് വീട്ടിലേക്ക് തിരിച്ചു പോയി. അപ്പോൾ എൻ്റെ ഉമ്മ എന്നോട് അവിടെ നിന്ന് ചോദിച്ചു, അല്ല മോനെ, ഞാനെങ്ങാനും ആ സമയത്ത് ഞാനെങ്ങനെ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ നീ എന്താ നീ എന്താ ചെയ്യാന്ന് എന്നോട് ചോദിച്ചു. അപ്പം ഞാൻ ഒന്നും മറുപടി പറയാതെ ഞാൻ അവിടെ നിന്ന് മാറി നിന്നു. കാരണം എനിക്കതിൽ മറുപടി പറയാനുള്ള അവസരമില്ല. ഉമ്മാനോട് എനിക്ക് ആ ഒരു തെറ്റിന് മാപ്പ് ചോദിക്കാനുണ്ട്. എൻ്റെ ഉമ്മ അത് പുറത്തു തരണമെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. അസറിന് ഉമ്മയോട് പറയാനുള്ളത് നമ്മൾ കേട്ടു. അസറേ, സാരമില്ല, എല്ലാരും ഇങ്ങനെയൊക്കെ കൊച്ചു തെറ്റുകളൊക്കെ ചെയ്യും. പക്ഷെ അസറിന് അതിന് വിഷമം തോന്നുന്നുണ്ടല്ലോ, അതുകൊണ്ട്. പിന്നെ അത് മാത്രമല്ല, ഇനിയിപ്പോ ഉമ്മയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ പാട്ട് പാടാൻ പോവല്ലേ, അപ്പൊ പിന്നെ ഉമ്മ ഉറപ്പായിട്ട് ക്ഷമിക്കും. കണ്ണൊക്കെ തുടച്ചേ, എന്തെന്നാ? ഓക്കെ, അപ്പൊ അസറേ, നമുക്ക് നന്നായിട്ട് പാടണം. ഓൾ ദി ബെസ്റ്റ്. നോക്കിയാൽ പുണ്യം ലഭിക്കും മുഖനേത്രം, നൊമ്പരം സുഖമായി കരുതും കഥാപാത്രം. ഉമ്മ മാത്രം, ഉമ്മ മാത്രം, ഉമ്മ മാത്രം, ഉമ്മ മാത്രം. ഒന്നു നീയോർക്കും നിൻ കുഞ്ഞു ദിനരാത്രം, ഒന്നുറങ്ങില പാതിരാവിലും ആ നേത്രം. ഉമ്മ
മാത്രം ഉമ്മ മാത്രം ഉമ്മ മാത്രം ഉമ്മ മാത്രം. ചോട്ടിലെന്റെ സ്വർഗമാ ആ കരം പിടിച്ചു ഞാൻ നടന്നു സ്വന്തമാ ആ മുലപ്പാലിന്നും എന്റെ സിരയിൽ ശക്തിയായി ആ മടിയിൽ നിന്നും വികറിനേടും വ്യക്തമായി എന്റെ നന്മയ്ക്കായി എന്നും തേടുന്നുമ്മ ഒന്നും തിന്നാതെ കാത്തു നിൽക്കുന്നുമ്മ എന്റെ നന്മയ്ക്കായി എന്നും തേടുന്നുമ്മ ഒന്നും തിന്നാതെ കാത്തു നിൽക്കുന്നുമ്മ ഏകനല്ലാഹു ശേഷമഭയ കേന്ദ്രം എന്നും ഉമ്മ മാത്രം ഉമ്മ മാത്രം ഏകനല്ലാഹു ശേഷമഭയ കേന്ദ്രം എന്നും ഉമ്മ മാത്രം ഉമ്മ മാത്രം. നോക്കിയാൽ പുണ്യം ലഭിക്കും മുഖനേത്രം നൊമ്പരം സുഖമായി കരുതും കഥാപാത്രം ഉമ്മ മാത്രം ഉമ്മ മാത്രം ഉമ്മ മാത്രം ഉമ്മ മാത്രം. ചെയ്യുന്നക്ഷരം പോലും ആവരുതെന്നോതിയില്ലേ റബ്ബിൻ വാക്കാലും പെറ്റ തള്ളയെ വെറുത്തു വ്യസനമേകിയാൽ കുറ്റമല്ലയും പൊറുത്തിടില്ല സത്യമാ എന്തു ചെയ്താലും എന്റെ തൂമോനല്ലേ എന്ന സ്നേഹത്താൽ എല്ലാം മറക്കുന്നുമ്മ എന്തു ചെയ്താലും എന്റെ തൂമോനല്ലേ എന്ന സ്നേഹത്താൽ എല്ലാം മറക്കുന്നുമ്മ മണ്ണിൽ ക്ഷമയെന്ന വാക്കിന്റെ അർത്ഥം എന്നും ഉമ്മ മാത്രം ഉമ്മ മാത്രം മണ്ണിൽ ക്ഷമയെന്ന വാക്കിന്റെ അർത്ഥം എന്നും ഉമ്മ മാത്രം ഉമ്മ മാത്രം. നോക്കിയാൽ പുണ്യം ലഭിക്കും മുഖനേത്രം നൊമ്പരം സുഖമായി കരുതും കഥാപാത്രം ഉമ്മ മാത്രം ഉമ്മ മാത്രം ഉമ്മ മാത്രം ഉമ്മ മാത്രം. ഒന്നു നീയോർക്കു നിൻ കുഞ്ഞു ദിനരാത്രം ഒന്നുറങ്ങില പാതിരാവിലുമാ നേത്രം ഉമ്മ മാത്രം ഉമ്മ മാത്രം ഉമ്മ മാത്രം ഉമ്മ മാത്രം. അസർ എന്ത് സ്വീറ്റ് ആയിട്ടാണ് പാടിയത്. ഫസ്റ്റ് ഓഫ് ഓൾ അസറിന്റെ വോയിസ് ഭയങ്കര സ്വീറ്റ് ആണ്, എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. അസറിന്റെ പാട്ടിലേക്ക് നമുക്ക് പോവാം, ജഡ്ജ്മെന്റിലേക്ക് പോവാം. നജിമിക്ക, അസർ ശരിക്കും ഇമോഷണൽ ആക്കി കളഞ്ഞു അസറിന്റെ പാട്ട്. എന്താണ് ഭയങ്കര ഇൻവോൾവ് ചെയ്തിട്ടാണ് അസർ പാടിയിട്ടുണ്ടായിരുന്നത്. തെറ്റുകൾ എന്ന് പറയാനായിട്ട് എനിക്കൊന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല, കാരണം അത്രയും സ്വീറ്റായിരുന്നു പാടിയത്. പറഞ്ഞു ഇതുപോലെ ഉമ്മയോട് മാപ്പൊക്കെ ചോദിച്ചു. അപ്പോൾ എന്തായാലും ഉമ്മയ്ക്കുള്ള ഏറ്റവും നല്ലൊരു സമ്മാനമാണ് ഇപ്പോൾ അസർ പത്രിമയിലൂടെ കൊടുത്തിട്ടുള്ളത്. അപ്പം എന്തായാലും ഈ പാട്ട് സെലക്ട് ചെയ്തതിൽ വളരെ സന്തോഷം. അസറിന് എല്ലാവിധ ഭാവുകളും ഞാൻ തരുന്നു.
ഫിറോസിക്ക നന്നായി പാടി, മനോഹരമായിട്ട്. താങ്ക് യു. വേറെ എന്തെങ്കിലും ഒരു ഫീൽ ഉൾക്കൊണ്ട് ഇതിൻ്റെ കമൻറ്റ് പറയാനാവില്ല അസർ. ഉമ്മ റൗണ്ടിന് ഇങ്ങനെ കമൻറ്റ് പറയാൻ കഴിയും. ഒരു ശോകമുഖമായ വികാരമായിരിക്കും നമ്മളിൽ. അത് വേറൊന്നും കൊണ്ടല്ല, അത് വേറൊരു അർത്ഥത്തിലല്ല ഞാൻ പറയുന്നത്. പിന്നെ അങ്ങനെ പറയാൻ കഴിയും. ഉമ്മ റൗണ്ട് എന്ന് പറയുമ്പോൾ മോനെ ആദ്യം ഉമ്മയോട് പറഞ്ഞത്, അത് കഴിഞ്ഞപ്പോൾ മോൻ്റെ കണ്ണ് നിറഞ്ഞു എന്ന് പറഞ്ഞു, ഞങ്ങളുടെ കണ്ണ് നിറഞ്ഞു, എല്ലാവരുടെയും കണ്ണ് നിറഞ്ഞു. അത് അവിടെ ഉമ്മയോടാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഉമ്മയ്ക്ക് ഇത് വളരെ ഇഷ്ടപ്പെടും. കാരണം മോന് ഇത് ഉമ്മ ഇരുന്ന് കേൾക്കുന്ന ദിവസം ഇത്ര ഞങ്ങൾക്ക് ഇവിടെ ഫീൽ ചെയ്തെങ്കിൽ ഇതിനേക്കാൾ ഭംഗിയായിട്ട് ഉമ്മയ്ക്ക് ടി വിയിൽ കേൾക്കാൻ കഴിയുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. കാരണം അത്ര കൃത്യമായിട്ട് പാടി, സ്ഥാനങ്ങളൊക്കെ ഉൾക്കൊണ്ട് പാടി. എനിക്ക് അസറിൻ്റെ ശബ്ദം വളരെ ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല രസമായിട്ട് പാടി, എല്ലാ ഭാഗങ്ങളും ഉൾക്കൊണ്ട് പാടി. പിന്നെ നല്ല പാട്ടുകൾ ഇനിയും എടുത്ത് പഠിച്ച് താങ്ക് യു ഫിറോസിക്ക. ജിഷ ചേച്ചി സാങ് വെരി വെൽ എന്നൊക്കെ പറഞ്ഞാൽ ഒരു ഫോർമാലിറ്റി ആയി പോകും. ഞാൻ അസറ് പാടുമ്പം ഞാൻ വിചാരിച്ചു ഞാൻ അവിടെ എൻ്റെ മമ്മി ഇവിടെ എവിടെയെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ. അപ്പോൾ എൻ്റെ അമ്മ മരിച്ചിട്ട് കുറച്ച് വർഷങ്ങളായി, 10 വർഷമായി. അപ്പം മമ്മി ചെയ്തതിന് പകരമായിട്ട് ആർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എനിക്ക് ഫീൽ ചെയ്തു അത് ഉമ്മയ്ക്ക് വേണ്ടിയിട്ടൊരു കാര്യം ചെയ്യാൻ പറ്റാത്ത കാര്യം അസറ് പറഞ്ഞപ്പം. പിന്നീട് പലപ്പോഴും നമ്മൾ ചിന്തിക്കുക നമുക്കത് ചെയ്യാൻ പറ്റാതെ പോയല്ലോ, അന്ന് നമ്മൾ അറിയണില്ല അതിൻ്റെ ഗൗരവം എന്താണെന്നോ, നമ്മൾ എന്താ ഇനി മിസ് ചെയ്യാൻ പോകും. അപ്പം ഞാനിത് പറയുമ്പം ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് പറയാൻ പറ്റില്ല, ഒരു സിറ്റുവേഷൻ ഞാൻ എടുക്കുകയാണ്, ഒരു ഫ്രീഡം എടുക്കുകയാണ്. നജീമിൻ്റെ ഉമ്മ പറയാതിരിക്കാൻ പറ്റില്ല എനിക്ക്. കാരണം ഒരു പ്രോഗ്രാമിന് മഞ്ചേരിയിൽ ഞാൻ നജീമിൻ്റെ കൂടെ പാടുമ്പോഴാണ് ഉമ്മേനെ ഫസ്റ്റ് ടൈം കാണുന്നത്. അപ്പം എനിക്കൊരു ഷോക്ക് കിട്ടിയ മാതിരിയായിരുന്നു ഉമ്മയെ കണ്ടപ്പം. മമ്മിയായിട്ട് റിസംബ്ലൻസ് ഒന്നുമില്ല, പക്ഷെ എന്താണോ എൻ്റെ മമ്മി അത് തന്നെയാണ് നജീമിൻ്റെ ഉമ്മ. അതൊരു ഫോർമാലിറ്റിയോ ഉമ്മയെ ഉമ്മയ്ക്ക് അറിയാം, ഞങ്ങൾക്ക് രണ്ടുപേർക്ക് നന്നായി അറിയാം. ഷീ ഈസ് വെരി ക്ലോസ് ടു മൈ ഹാർട്ട്. അപ്പം ഈ ഒരു അവസരത്തിൽ എനിക്ക് എൻ്റെ മമ്മിയെ നിങ്ങളൊക്കെ പറയുമ്പോൾ മിസ് ചെയ്യുന്നുണ്ടെങ്കിലും എനിക്ക് ഷുവറാണ് എൻ്റെ മമ്മി ഇവിടെ തന്നെ ഉണ്ടെന്ന്. അപ്പം ഉമ്മയെ പ്രത്യേകം പറയാതിരിക്കാൻ പറ്റത്തില്ല. എൻ്റെ മമ്മി പോയതിന് ശേഷം എൻ്റെ ഫാദറാണ് എൻ്റെ ഹസ്ബൻഡുമാണ് അമ്മയുടെ സ്ഥാനം റീപ്ലേസ് ചെയ്യുന്നത്. നജീം ബ്ലസ്ഡ് ടു ഹാവ് സച്ച് എ വണ്ടർഫുൾ മദർ. തിരിച്ചും അത്രയും നല്ലൊരു മകനെയാണ് ഉമ്മയ്ക്കും കൊടുത്തേക്കുന്നത്. ഞാൻ ഉമ്മാന്ന് തന്നെയാണ് വിളിക്കുക, അറിയാണ്ട് ആൻറ്റീനെ വിളിച്ചു പോയാലും ഉമ്മാന്ന് പറയും. അപ്പോൾ അത്രയ്ക്ക് സ്നേഹമാണ്, ഞങ്ങൾ സംസാരിക്കാറുണ്ട്. ഇല്ലെങ്കിലും ഷീ നോസ് ഞാൻ വളരെ ക്ലോസ് ആണ് അവരോടെന്നുള്ളത്. പിന്നെ നജീം പറഞ്ഞ മാതിരി അത്ര ഫീൽ ചെയ്ത് പാടിയിട്ട് മിസ്റ്റേക്സ് ഒന്നും കാണാൻ കിട്ടിയിട്ടില്ല. പക്ഷെ എനിക്ക് തോന്നിയത് ഒത്തിരി ഇൻവോൾവ് ചെയ്തപ്പം ഉമ്മ മാത്രം എന്ന് പാടുന്നൊരു ഭാഗമുണ്ടല്ലോ, അത് എപ്പോഴും ഒന്ന് ജസ്റ്റ് ഒന്ന് ഷാർപ്പായിപ്പോയി. അതെനിക്ക് തോന്നുന്നു നല്ല ഫീൽ ചെയ്തിട്ട് വന്നതാണ്. സാങ് വെരി വെൽ. താങ്ക് യു ചേച്ചി. അസറിന് ഇനി ഇതിലും വലിയ കോംപ്ലിമെന്റ്സ് ഒന്നും കിട്ടാനില്ല. എല്ലാവരെയും ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യിപ്പിച്ചു. ഒത്തിരി ഓർമ്മകൾ, ഒത്തിരി കാര്യങ്ങൾ എല്ലാവർക്കും തോന്നി. അത് തന്നെ ഏറ്റവും വലിയ കോംപ്ലിമെന്റ് ആണ്. പക്ഷെ എന്നാൽ പോലും നമുക്ക് മാർക്സിലേക്ക് പോകണ്ടേ? അപ്പോൾ അസറിന്റെ മാർക്സിലേക്ക് പോവാം. നജീമിക്ക അസറിന് 28. ഫിറോസിക്ക അസറിന് എൻ്റെ മാർക്ക് 38. ജിഷ ചേച്ചി ഔട്ട് ഓഫ് 30 28.5. അസറിന്റെ ടോട്ടൽ മാർക്സ് 94.5 out of 100. അസറിന്റെ ഉമ്മ ഇന്ന് ഇവിടെ ഈ വേദിയിലില്ല. അസറിന്റെ ഉമ്മയ്ക്ക് വേണ്ടിയിട്ട് ഈ പാട്ട് സമർപ്പിക്കുന്നതിനോടൊപ്പം തന്നെ ഒത്തിരി ആയുരാരോഗ്യ ആശംസകളും പട്രുമാലിന്റെ സൈഡിൽ നിന്നും ഞങ്ങൾ ആശംസിക്കുന്നു. അസറിന്റെ ഈ എക്സലന്റ് പെർഫോമൻസിനായിട്ട് ഞങ്ങൾ ഒരു ചെറിയ ഗിഫ്റ്റും കൂടെ തരുന്നു. H2O Casuals ആണ് ഈ ഗിഫ്റ്റ് സ്പോൺസർ ചെയ്തിരിക്കുന്നത്.